കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഗിറ്റബിൽ ഒരു ന്യൂസ് ആപ്പ് എന്ന് പറയുന്ന ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനെ ക്ലോൺ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് റിയാക്റ്റിൻ്റെ ലൈബ്രറി ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ആ ഒരു ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം കുറേ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൾഡർ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക്കിനകത്തൊരു വൈറ്റ് SVG കിടപ്പുണ്ട്. നമുക്കത് ഡിലീറ്റ് ചെയ്യാം. പിന്നെ സോഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റിനകത്തും ഒരു റിയാക്റ്റിൻ്റെ ഒരു ഇത് കിടപ്പുണ്ട്. നമുക്കത് കളയാം. അപ്പോൾ അത് കളയുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും, അവിടെ മെസ്സേജസ് കാണിക്കുന്നുണ്ടല്ലേ. ഇനി നമുക്ക് app.jsxനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത്രയും കോഡ് കളയാം. അതിനുശേഷം നമുക്കൊരു H1 കൊടുത്തിട്ട് വെൽക്കം ടു വെബ് ഡയറി കൊടുക്കും. സ്റ്റേറ്റ് കളയാം, ഇത്രയും കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെൽക്കം ടു വെബ് ഡയറി എന്നുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ app.cssലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ എഴുതാൻ പോകുന്ന കമ്പോണൻസിൻ്റെ CSSനെ പറ്റി അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഞാൻ ആ ഒരു CSS കളഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ CSS ഓൾറെഡി ഞാൻ ആഡ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു CSS ആ ഒരു ഫയലിൽ പോയിട്ട് എടുക്കാം. ഓൺലി ഈ ഒരു CSS ഫയൽ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള കോഡെല്ലാം നിങ്ങൾ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും കുറച്ച് മാറ്റങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റിലേക്ക് പുഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ ഇപ്പോൾ കാണാൻ പറ്റും ഒരു ടെർമിനൽ ഇവിടെ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഏതൊക്കെ ഫയൽസാണ് നമുക്കിനി പുഷ് ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്ക് ഗിറ്റ് ആഡ് കൊടുക്കാം. അതിനുശേഷം ഗിറ്റ് കമ്മിറ്റ് -m ഇനിഷ്യൽ കമ്മിറ്റ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഗിറ്റ് പുഷ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽസ് എല്ലാം അവിടെ പുഷ് ആയിട്ടുണ്ട്. നമ്മുടെ ഗിറ്റിൻ്റെ ഫോൾഡറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫയൽസ് എല്ലാം ഇവിടെ ഇനിഷ്യൽ കമ്മിറ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജോട് കൂടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പ്രോജക്റ്റിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ സോഴ്സ് ഫോൾഡറിനകത്ത് വന്നിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ ഫോൾഡറിൻ്റെ പേര് കമ്പോണൻസ് എന്നാണ്. ഇനി ഞാനിവിടെ വന്നിട്ട് വീണ്ടും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ പേര് ഹുക്സ് എന്നാണ്. നമുക്ക് കസ്റ്റം ഹുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഹുക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ വേറെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പേര് യൂട്ടിലിറ്റി എന്നാണ്. നമുക്കിപ്പം ഏതെങ്കിലും ഒരു യൂട്ടിലിറ്റി ഫങ്ഷൻസ്, അതായത് നമ്മുടെ പ്രൊജക്റ്റിനകത്ത് ഏതെങ്കിലും ഒരു ഫങ്ഷൻ നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫങ്ഷൻസിനെ നമുക്ക് യൂട്ടിലിറ്റി ഫങ്ഷനിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഫോൾഡറിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോൾഡറാണ് പേജസ് അല്ലേ, കാരണം നമുക്ക് റൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. സോ നമുക്കിവിടെ ഒരു പേജസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്തു. തൽക്കാലം നമുക്ക് ഇത്രയും മാത്രം ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ല പോകുന്ന വഴിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ഡെവലപ്പേഴ്സും അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, പ്രോജക്ട്സ് ചെയ്യുക. അല്ലെങ്കിൽ കമ്പനി എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറിൽ തന്നെ, അല്ലെങ്കിൽ ആപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ റൗട്ടിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേസിക് റൗട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവേ ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തേക്ക് എല്ലാം കൂടി റൗട്ടിംഗ് എല്ലാം കൂടി എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ലേഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കമ്പോണൻസിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മുന്നോട്ട് പോകും തോറും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്തുകയും ചെയ്യാം. സോ ഞാനിവിടെ കമ്പോണൻറ്റിനകത്ത് വന്നിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേര് ഞാൻ ലേഔട്ട് എന്ന് കൊടുത്തു. ഓക്കെ,
ആ ലേ ഔട്ടിനകത്ത് ഞാനൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ layout.jsx എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നിട്ടൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. റിയാക്ട് ആരോ ഫങ്ഷണൽ കമ്പോണൻറ്റ് എക്സ്പോർട്ട്. ഓക്കെ, നമ്മുടെ കമ്പോണൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ തൽക്കാലം ലേഔട്ട് എന്ന് കൊടുക്കാം. ഓക്കെ ഓക്കെ അതിനുശേഷം ഈ ലേഔട്ടിനെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, ലേഔട്ടിനെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തു. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ പാത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പ്ലഗിൻസ് വെച്ചിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു എങ്ങനെയാണ് ഞാനിവിടെ കമ്പോണൻറ്റ് ഇത്ര പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിവിടെ വന്നെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ ആ പ്ലഗിൻസ് ഞാൻ പിൻ ചെയ്തിടാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലേഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണൻറ്റിനെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലേഔട്ടിനെ കാണാനായിട്ട് പറ്റും അല്ലേ.